ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇന്ന് വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കഥകൾ കേൾക്കാനും വായിക്കാനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അതെങ്ങനെ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഥയായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സമയം അതിൽ ശ്രദ്ധിച്ചിരിക്കാനും പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കാനായിട്ടും എളുപ്പമായിരിക്കും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു സ്റ്റോറി ഓരോ വാക്കിന്റെയും മലയാള അർത്ഥം പറഞ്ഞുകൊണ്ട് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്റ്റോറിയുടെ പേര് ഓൾഡ് മാൻസ് റിപ്ലൈ, വൃദ്ധന്റെ മറുപടി. ഓൾഡ് മാൻ, വൃദ്ധൻ. റിപ്ലൈ എന്ന് പറഞ്ഞാൽ മറുപടി. ഓൾഡ് മാൻസ് റിപ്ലൈ, വൃദ്ധന്റെ മറുപടി. വൺസ് there was a poor old man who used to live in a village. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു പാവപ്പെട്ട വൃദ്ധൻ ഉണ്ടായിരുന്നു. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അല്ലെങ്കിൽ പണ്ടൊരിക്കൽ. there was a poor old man. poor എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രനായ. ഓൾഡ് മാൻ, വൃദ്ധൻ. there was a poor old man. ഒരു പാവപ്പെട്ട വൃദ്ധൻ ഉണ്ടായിരുന്നു. ഹു യൂസ് ടു ലിവ് ഇൻ എ വില്ലേജ്. യൂസ് ടു എന്ന് വെച്ചാൽ പതിവായിരിക്കുക അല്ലെങ്കിൽ ശീലമായിരിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. അപ്പോൾ യൂസ് ടു ലിവ് എന്ന് പറഞ്ഞാൽ താമസിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹു യൂസ് ടു ലിവ് ഇൻ എ വില്ലേജ്. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ഹു യൂസ് ടു ലിവ് ഇൻ എ വില്ലേജ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നവൻ. വൺസ് there was a poor old man who used to live in a village. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു പാവപ്പെട്ട വൃദ്ധൻ ഉണ്ടായിരുന്നു. He was poor, yet even kings were jealous of him because of the beautiful white horse he owned. അവൻ ദരിദ്രനായിരുന്നു, എന്നിട്ടും അവൻ്റെ ഉടമസ്ഥതയിലുള്ള മനോഹരമായ വെള്ളക്കുതിര കാരണം രാജാക്കന്മാർ പോലും അവനോട് അസൂയപ്പെട്ടു. He was poor. പോർ നമ്മൾ നേരത്തെ പറഞ്ഞു, ദരിദ്രനായ അല്ലെങ്കിൽ പാവപ്പെട്ട. ഹി വാസ് പോർ, അവൻ ദരിദ്രനായിരുന്നു. യെറ്റ് ഈവൻ കിങ്സ് വെർ ജെലസ് ഓഫ് ഹിം. യെറ്റ് എന്ന് വെച്ചാൽ എന്നിട്ടും അല്ലെങ്കിൽ അങ്ങനെയായാലും. ഈവൻ പോലും. ജെലസ് എന്ന് പറഞ്ഞാൽ അസൂയാലുവായ. യെറ്റ് ഈവൻ കിങ്സ് വെർ ജെലസ് ഓഫ് ഹിം. എന്നിട്ടും രാജാക്കന്മാർ പോലും അവനോട് അസൂയപ്പെട്ടു. ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ വൈറ്റ് ഹോഴ്സ് ഹി ഓൺഡ്. ബ്യൂട്ടിഫുൾ, മനോഹരമായ. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിര, വൈറ്റ് ഹോഴ്സ് വെള്ളക്കുതിര. ഓൺ എന്ന് പറഞ്ഞാൽ ഉടമയായിരിക്കുക അല്ലെങ്കിൽ ഉടമസ്ഥനായിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ വൈറ്റ് ഹോഴ്സ് ഹി ഓൺഡ്. അവൻ്റെ ഉടമസ്ഥതയുള്ള മനോഹരമായ വെള്ളക്കുതിര കാരണം. ഹി വാസ് ഓഫേർഡ് ഫാബുലസ് പ്രൈസസ് ആൻഡ് മണി ടു സെൽ ദാറ്റ് ഹോഴ്സ്, ബട്ട് ദി ഓൾഡ് മാൻ റിഫ്യൂസ്ഡ്. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹോഴ്സ് ടു മീ, ഹി ഈസ് എ പേഴ്സൺ ആൻഡ് എ ഫ്രണ്ട്. ക്യാൻ യു സെൽ എ പേഴ്സൺ ഓർ എ ഫ്രണ്ട്? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ആ കുതിരയെ വിൽക്കാൻ അദ്ദേഹത്തിന് അതിശയകരമായ വിലയും പണവും വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ വൃദ്ധൻ നിരസിച്ചു. ഇതെനിക്ക് വെറും ഒരു കുതിരയല്ല, അവനൊരു വ്യക്തിയും സുഹൃത്തുമാണ്. നിങ്ങൾക്ക് ഒരാളെയോ സുഹൃത്തിനെയോ വിൽക്കാൻ കഴിയുമോ? ഇല്ല, അത് സാധ്യമല്ല. ഹി വാസ് ഓഫേർഡ് ഫാബുലസ് പ്രൈസസ് ആൻഡ് മണി ടു സെൽ ദാറ്റ് ഹോഴ്സ്. ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുക. ഫാബുലസ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ അല്ലെങ്കിൽ അതിശയകരമായ. പ്രൈസ്, വില. മണി, പണം. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. ഹി വാസ് ഓഫേർഡ് ഫാബുലസ് പ്രൈസസ് ആൻഡ് മണി ടു സെൽ ദാറ്റ് ഹോഴ്സ്. ആ കുതിരയെ വിൽക്കാൻ അദ്ദേഹത്തിന് അതിശയകരമായ വിലയും പണവും വാഗ്ദാനം ചെയ്തിരുന്നു. ബട്ട് ദി ഓൾഡ് മാൻ റിഫ്യൂസ്ഡ്. റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക അല്ലെങ്കിൽ വിസമ്മതിക്കുക. ബട്ട് ദി ഓൾഡ് മാൻ റിഫ്യൂസ്ഡ്. പക്ഷേ വൃദ്ധൻ നിരസിച്ചു. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ ഹോഴ്സ് ടു മീ. ഇതെനിക്ക് വെറും ഒരു കുതിരയല്ല. ഹീസ് എ പേഴ്സൺ ആൻഡ് എ ഫ്രണ്ട്. പേഴ്സൺ, വ്യക്തി. ഹീസ് എ പേഴ്സൺ ആൻഡ് എ ഫ്രണ്ട്. അവനൊരു വ്യക്തിയും സുഹൃത്തുമാണ്. ക്യാൻ യു സെൽ എ പേഴ്സൺ ഓർ എ ഫ്രണ്ട്? സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. ക്യാൻ യു സെൽ എ പേഴ്സൺ ഓർ എ ഫ്രണ്ട്? നിങ്ങൾക്കൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരാളെയോ ഒരു ഫ്രണ്ടിനെയോ വിൽക്കാൻ കഴിയുമോ? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. പോസിബിൾ എന്ന് പറഞ്ഞാൽ സാധ്യമായ. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇല്ല, അത് സാധ്യമല്ല. വൺ ഡേ ഇൻ ദ മോർണിംഗ് വെൻ ഹി വെന്റ് ടു ദ സ്റ്റേബിൾ ഹി സോ ദാറ്റ് ഹോഴ്സ് വാസ് നോട്ട് ദെയർ. ഒരു ദിവസം പുലർച്ചെ അദ്ദേഹം തൊഴുത്തിൽ ചെന്നപ്പോൾ കുതിര അവിടെ ഇല്ലെന്ന് കണ്ടു. വൺ ഡേ ഇൻ ദ മോർണിംഗ്. വൺ ഡേ ഒരു ദിവസം. മോർണിംഗ് രാവിലെ അല്ലെങ്കിൽ പുലർച്ചെ. വൺ ഡേ ഇൻ ദ മോർണിംഗ് ഒരു ദിവസം പുലർച്ചെ. വെൻ ഹി വെന്റ് ടു ദ സ്റ്റേബിൾ. വെന്റ് എന്ന് പറഞ്ഞാൽ പോയി. സ്റ്റേബിൾ എന്ന് വെച്ചാൽ സ്ഥിരമായ അല്ലെങ്കിൽ ഇളകാത്ത എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തൊഴുത്ത് അല്ലെങ്കിൽ കുതിരപ്പന്തി, അതായത് കുതിരയെ കെട്ടുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ്. വെൻ ഹി വെന്റ് ടു ദ സ്റ്റേബിൾ. അദ്ദേഹം തൊഴുത്തിൽ പോയപ്പോൾ അല്ലെങ്കിൽ തൊഴുത്തിൽ ചെന്നപ്പോൾ. ഹി സോ ദാറ്റ്. സോ, കണ്ടു. ഹി സോ ദാറ്റ്. അദ്ദേഹം അത് കണ്ടു.
ഹോഴ്സ് വാസ് നോട്ട് ദെയർ. കുതിര അവിടെ ഇല്ലായിരുന്നെന്ന്. ന്യൂസ് സ്പ്രെഡ് ഇൻ ദ വില്ലേജ് ആൻഡ് ദ ഹോൾ വില്ലേജ് ഗ്യാതേർഡ് അറ്റ് ഹിസ് ഹൗസ്. ഗ്രാമത്തിൽ വാർത്ത പരന്നു. ഗ്രാമം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒത്തുകൂടി. ന്യൂസ് സ്പ്രെഡ് ഇൻ ദ വില്ലേജ്. ന്യൂസ് വാർത്ത. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ പരത്തുക അല്ലെങ്കിൽ വ്യാപിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വില്ലേജ് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രാമം. ന്യൂസ് സ്പ്രെഡ് ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിൽ വാർത്ത പരന്നു. ആൻഡ് ദ ഹോൾ വില്ലേജ് ഗ്യാതേർഡ് അറ്റ് ഹിസ് ഹൗസ്. ഹോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ. ഇപ്പോൾ ഹോൾ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം മുഴുവൻ. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ ഒത്തുകൂടി എന്നാണ് അർത്ഥം. എവിടെ ഒത്തുകൂടിയത്? അറ്റ് ഹിസ് ഹൗസ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ദേ സെഡ് യു ആർ ഫൂളിഷ് ഓൾഡ് മാൻ. അവർ പറഞ്ഞു, വൃദ്ധ നീ വിഡ്ഢിയാണ്. ദേ സെഡ്. സെഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ദേ സെഡ് അവർ പറഞ്ഞു. യു ആർ ഫൂളിഷ്. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ. ഓൾഡ് മാൻ വൃദ്ധൻ. യു ആർ ഫൂളിഷ് ഓൾഡ് മാൻ. വൃദ്ധ നീ വിഡ്ഢിയാണ്. എവ്രി വൺ വാണ്ടഡ് ദാറ്റ് ഹോഴ്സ്. എവ്രി വൺ ന്യൂ ദാറ്റ് സം ഡേ ഇറ്റ് വുഡ് ബി സ്റ്റോളൻ. എല്ലാവർക്കും ആ കുതിരയെ വേണമായിരുന്നു. എന്നെങ്കിലും അത് മോഷ്ടിക്കപ്പെടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. എവ്രി വൺ വാണ്ടഡ് ദാറ്റ് ഹോഴ്സ്. എവ്രി വൺ എല്ലാവരും അല്ലെങ്കിൽ എല്ലാവർക്കും. വാണ്ടഡ് ആവശ്യമുള്ള. എവ്രി വൺ വാണ്ടഡ് ദാറ്റ് ഹോഴ്സ്. എല്ലാവർക്കും ആ കുതിരയെ ആവശ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ആ കുതിരയെ വേണമായിരുന്നു. എവ്രി വൺ ന്യൂ ദാറ്റ് സം ഡേ ഇറ്റ് വുഡ് ബി സ്റ്റോളൻ. ന്യൂ എന്ന് പറഞ്ഞാൽ അറിയുക. എവ്രി വൺ ന്യൂ ദാറ്റ് എല്ലാവർക്കും അത് അറിയാമായിരുന്നു. സം ഡേ ഇറ്റ് വുഡ് ബി സ്റ്റോളൻ. സം ഡേ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു എന്നാണ് അർത്ഥം. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. അതിൻ്റെ V3 ആണ് സ്റ്റോളൻ എന്ന് പറയുന്നത്. സ്റ്റീൽ, സ്റ്റോൾ, സ്റ്റോളൻ. സം ഡേ ഇറ്റ് വുഡ് ബി സ്റ്റോളൻ. ഒരു ദിവസം അത് മോഷ്ടിക്കപ്പെടുമെന്ന്. യു കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ് ഫോർ എനി പ്രൈസ് ബട്ട് യു കെപ്റ്റ് ഇറ്റ്. നിങ്ങൾക്ക് ആ കുതിരയെ എന്ത് വിലയ്ക്കും വിൽക്കാമായിരുന്നു, പക്ഷെ നിങ്ങൾ അതിനെ സൂക്ഷിച്ചു. യു കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ്. സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റു. അതായത് സെല്ലിൻ്റെ പാസ്റ്റാണ് സോൾഡ്. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സോൾഡ് വിറ്റു. യു കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ്. നിങ്ങൾക്ക് ആ കുതിരയെ വിൽക്കാമായിരുന്നു. ഫോർ എനി പ്രൈസ് ഏത് വിലയ്ക്കും. ബട്ട് യു കെപ്റ്റ് ഇറ്റ്. കീപ്പ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക. കെപ്റ്റ് സൂക്ഷിച്ചു. ബട്ട് യു കെപ്റ്റ് ഇറ്റ് പക്ഷെ നിങ്ങളത് സൂക്ഷിച്ചു. നൗ ഹോഴ്സ് ഇറ്റ്സ് ഗോൺ. വാട്ട് എ മിസ്ഫോർച്യൂൺ. ഇപ്പോൾ കുതിര അത് പോയി. എന്തൊരു നിർഭാഗ്യം. നൗ ഇപ്പോൾ. നൗ ഹോഴ്സ് ഇപ്പോൾ കുതിര. ഇറ്റ്സ് ഗോൺ. ഗോൺ പോയി. ഇറ്റ്സ് ഗോൺ അത് പോയി. വാട്ട് എ മിസ്ഫോർച്യൂൺ. മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം അല്ലെങ്കിൽ അത്യാഹിതം. വാട്ട് എ മിസ്ഫോർച്യൂൺ എന്തൊരു നിർഭാഗ്യം. ദി ഓൾഡ് മാൻ റിപ്ലൈഡ് ഫാക്ട് ഈസ് ദാറ്റ് ഹോഴ്സ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റേബിൾ. എവറിത്തിങ് എൽസ് യു സേ ഈസ് എ ജഡ്ജ്മെൻറ്റ്. വൃദ്ധൻ മറുപടി പറഞ്ഞു, കുതിര തൊഴുത്തിലില്ല എന്നതാണ് സത്യം. നിങ്ങൾ പറയുന്ന മറ്റെല്ലാം ഒരു വിധിയാണ്. റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മറുപടി പറഞ്ഞു. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്. വൃദ്ധൻ മറുപടി പറഞ്ഞു. ഫാക്ട് ഈസ് ദാറ്റ് ഹോഴ്സ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റേബിൾ. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം. സ്റ്റേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴുത്ത്. ഫാക്ട് ഈസ് ദാറ്റ് ഹോഴ്സ് ഈസ് നോട്ട് ഇൻ ദ സ്റ്റേബിൾ. കുതിര തൊഴുത്തിലില്ല എന്നതാണ് സത്യം. എവറിത്തിങ് എൽസ് യു സേ ഈസ് എ ജഡ്ജ്മെൻറ്റ്. എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാം. സേ പറയുക. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിധി അല്ലെങ്കിൽ വിധിന്യായം. എവറിത്തിങ് എൽസ് യു സേ ഈസ് എ ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ പറയുന്ന മറ്റെല്ലാം ഒരു വിധിയാണ്. ഹൗ ഡു യു നോ വെദർ ഇറ്റ്സ് എ മിസ്ഫോർച്യൂൺ ഓർ നോട്ട്. ഇതൊരു നിർഭാഗ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം. ഹൗ ഡു യു നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം. വെദർ ഇറ്റ്സ് എ മിസ്ഫോർച്യൂൺ ഓർ നോട്ട്. വെദർ എന്ന് പറഞ്ഞാൽ ആണോ അല്ലയോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വെദർ ഇറ്റ്സ് എ മിസ്ഫോർച്യൂൺ ഓർ നോട്ട്. മിസ്ഫോർച്യൂൺ നമ്മൾ നേരത്തെ പറഞ്ഞു നിർഭാഗ്യം. ഇതൊരു നിർഭാഗ്യമാണോ അല്ലയോ എന്ന്. പീപ്പിൾ റിപ്ലൈഡ് ഡോണ്ട് ഫൂൾ അസ്. എ ട്രഷർ ഹാസ് ബീൻ ലോസ്റ്റ്. ഇറ്റ്സ് എ മിസ്ഫോർച്യൂൺ. ആളുകൾ മറുപടി പറഞ്ഞു, ഞങ്ങളെ കബളിപ്പിക്കരുത്. ഒരു നിധി നഷ്ടപ്പെട്ടു. അതൊരു നിർഭാഗ്യമാണ്. പീപ്പിൾ റിപ്ലൈഡ്. റിപ്ലൈഡ് മറുപടി പറഞ്ഞു. പീപ്പിൾ ആളുകൾ. ആളുകൾ മറുപടി പറഞ്ഞു. ഡോണ്ട് ഫൂൾ അസ്. ഡോണ്ട് ഫൂൾ അസ് എന്ന് വെച്ചാൽ ഞങ്ങളെ കബളിപ്പിക്കരുത്. എ ട്രഷർ ഹാസ് ബീൻ ലോസ്റ്റ്. ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി. എ ട്രഷർ ഹാസ് ബീൻ ലോസ്റ്റ്. ഒരു നിധി നഷ്ടപ്പെട്ടു. ഇറ്റ്സ് എ മിസ്ഫോർച്യൂൺ. അതൊരു നിർഭാഗ്യമാണ്. ദി ഓൾഡ് മാൻ റിപ്ലൈഡ് ഐ ജസ്റ്റ് നോ ദാറ്റ് ദ സ്റ്റേബിൾ ഈസ് എംപ്റ്റി ആൻഡ് നത്തിങ് എൽസ് ഐ ഡോണ്ട് നോ. വൃദ്ധൻ മറുപടി പറഞ്ഞു, തൊഴുത്ത് ശൂന്യമാണെന്ന് എനിക്കറിയാം, മറ്റൊന്നും എനിക്കറിയില്ല. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്. റിപ്ലൈഡ് മറുപടി പറഞ്ഞു. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്. വൃദ്ധൻ മറുപടി പറഞ്ഞു. ഐ ജസ്റ്റ് നോ ദാറ്റ് ദ സ്റ്റേബിൾ ഈസ് എംപ്റ്റി. നോ എന്ന് പറഞ്ഞാൽ അറിയുക. സ്റ്റേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴുത്ത്. എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ അല്ലെങ്കിൽ ശൂന്യമായ എന്നൊക്കെയാണ് അർത്ഥം. ഐ ജസ്റ്റ് നോ എനിക്കറിയാം ദാറ്റ് ദ സ്റ്റേബിൾ ഈസ് എംപ്റ്റി. തൊഴുത്ത് ശൂന്യമാണെന്ന്. ആൻഡ് നത്തിങ് എൽസ് ഐ ഡോണ്ട് നോ. നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നും.
ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ആൻഡ് നത്തിങ് എൽസ് ഐ ഡോണ്ട് നോ, മറ്റൊന്നും എനിക്കറിയില്ല. ഹൂ നോസ് വാട്ട്സ് ഗോയിങ് ടു ഫോളോ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഹൂ നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. വാട്ട്സ് ഗോയിങ് ടു ഫോളോ, ഫോളോ എന്ന് പറഞ്ഞാൽ പിന്തുടരുക, സംഭവിക്കുക, ഉണ്ടാവുക, ഇതൊക്കെയാണ് അർത്ഥം. ഹൂ നോസ് വാട്ട്സ് ഗോയിങ് ടു ഫോളോ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം, ആളുകൾ അയാളെ നോക്കി ചിരിച്ചു. പീപ്പിൾ ആളുകൾ, ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക. പീപ്പിൾ ലാഫ്ഡ് അറ്റ് ഹിം, ആളുകൾ അയാളെ നോക്കി ചിരിച്ചു. ദേ സെഡ് ദാറ്റ് ഹി വാസ് ക്രേസി, അയാൾക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. ദേ സെഡ്, സെഡ് പറഞ്ഞു, ദേ സെഡ് അവർ പറഞ്ഞു. ക്രേസി എന്ന് പറഞ്ഞാൽ അമിതാവേശമുള്ള അല്ലെങ്കിൽ കിറുക്കുള്ള, ഭ്രാന്തമായ, ഇതൊക്കെയാണ് അർത്ഥം. ദേ സെഡ് ദാറ്റ് ഹി വാസ് ക്രേസി, അയാൾക്ക് ഭ്രാന്താണെന്ന് അവർ പറഞ്ഞു. ഹി കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ് ആൻഡ് ലിവ്ഡ് എ ബെറ്റർ ലൈഫ് rather than living in misery and poverty. ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നതിന് പകരം അയാൾക്ക് ആ കുതിരയെ വിറ്റ് മെച്ചപ്പെട്ട ജീവിതം നയിക്കാമായിരുന്നു. ഹി കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ്, സോൾഡ് എന്ന് വെച്ചാൽ വിറ്റു. ഹി കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ്, അയാൾക്ക് ആ കുതിരയെ വിൽക്കാമായിരുന്നു. ആൻഡ് ലിവ്ഡ് എ ബെറ്റർ ലൈഫ്, ലിവ് ജീവിക്കുക. ബെറ്റർ എന്ന് വെച്ചാൽ കൂടുതൽ നല്ലതായ അല്ലെങ്കിൽ കുറേ കൂടി ഭേദമായ. ബെറ്റർ ലൈഫ് എന്ന് വെച്ചാൽ മെച്ചപ്പെട്ട ജീവിതം. ഹി കുഡ് ഹാവ് സോൾഡ് ദാറ്റ് ഹോഴ്സ് ആൻഡ് ലിവ്ഡ് എ ബെറ്റർ ലൈഫ്, അയാൾക്ക് ആ കുതിരയെ വിറ്റ് മെച്ചപ്പെട്ട ജീവിതം നയിക്കാമായിരുന്നു. റാദർ ദാൻ ലിവിങ് ഇൻ മിസറി ആൻഡ് പോവേർട്ടി, റാദർ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അല്ലെങ്കിൽ മറിച്ച്, ഇതൊക്കെയാണ് അർത്ഥം. മിസറി എന്ന് പറഞ്ഞാൽ ദുരിതം അല്ലെങ്കിൽ ദുരവസ്ഥ. പോവേർട്ടി ദാരിദ്ര്യം അല്ലെങ്കിൽ ഇല്ലായ്മ. റാദർ ദാൻ ലിവിങ് ഇൻ മിസറി ആൻഡ് പോവേർട്ടി, ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ദുരിതത്തിലും ദാരിദ്ര്യത്തിലും ജീവിക്കുന്നതിനേക്കാൾ. നൗ ഈവൻ ദാറ്റ് ഹോഴ്സ് ഈസ് സ്റ്റോളൻ ആൻഡ് ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് വെൽത്തി, ഇപ്പോൾ ആ കുതിരയും കൂടി മോഷ്ടിക്കപ്പെട്ടു, അയാൾക്ക് സമ്പത്ത് ലഭിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. നൗ ഈവൻ ദാറ്റ് ഹോഴ്സ് ഈസ് സ്റ്റോളൻ, നൗ ഇപ്പോൾ, ഈവൻ പോലും അല്ലെങ്കിൽ കൂടി, ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചു. നൗ ഈവൻ ദാറ്റ് ഹോഴ്സ് ഈസ് സ്റ്റോളൻ, ഇപ്പോൾ ആ കുതിരയും കൂടി മോഷ്ടിക്കപ്പെട്ടു. ആൻഡ് ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് വെൽത്തി, ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. ഹോപ്പ് പ്രതീക്ഷ, വെൽത്തി സ്വത്തുള്ള അല്ലെങ്കിൽ ധനികനായ. ആൻഡ് ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് ഗെറ്റിംഗ് വെൽത്തി, അയാൾക്ക് സമ്പത്ത് ലഭിക്കുമെന്ന അല്ലെങ്കിൽ സമ്പന്നനാകുമെന്ന എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഹോഴ്സ് കെയിം ബാക്ക് ഫ്രം ദ വിൽഡർനെസ് ആൻഡ് വിത്ത് ഹിം കെയിം മോർ ഹോഴ്സസ് ഓഫ് ദ സെയിം ബ്രീഡ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരുഭൂമിയിൽ നിന്ന് കുതിര തിരികെ വന്നു. അവനോടൊപ്പം അതേ ഇനത്തിൽപ്പെട്ട കൂടുതൽ കുതിരകളും വന്നു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, ആഫ്റ്റർ ശേഷം, എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലെങ്കിൽ ഏതാനും. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം. ദ ഹോഴ്സ് കെയിം ബാക്ക്, കെയിം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. ദ ഹോഴ്സ് കെയിം ബാക്ക്, കുതിര തിരിച്ചു വന്നു. ഫ്രം ദ വിൽഡർനെസ്, എവിടെ നിന്നാണ് തിരിച്ചു വന്നത്? ഫ്രം ദ വിൽഡർനെസ്. വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ മരുഭൂമി, വിജനപ്രദേശം അല്ലെങ്കിൽ ഘോരവനം എന്നൊക്കെയാണ് അർത്ഥം. ദ ഹോഴ്സ് കെയിം ബാക്ക് ഫ്രം ദ വിൽഡർനെസ്, കുതിര മരുഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു. ആൻഡ് വിത്ത് ഹിം കെയിം മോർ ഹോഴ്സസ് ഓഫ് ദ സെയിം ബ്രീഡ്. ആൻഡ് വിത്ത് ഹിം, വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ, കെയിം വന്നു. മോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ, മോർ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കുതിരകൾ. എങ്ങനത്തെ കുതിരകളാണ്? ഓഫ് ദ സെയിം ബ്രീഡ്. ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഇനം, വർഗം, ഗണം, ഇതൊക്കെയാണ് അർത്ഥം. സെയിം ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരേ ഇനം. വിത്ത് ഹിം കെയിം മോർ ഹോഴ്സസ് ഓഫ് ദ സെയിം ബ്രീഡ്, അവനോടൊപ്പം അതേ ഇനത്തിൽപ്പെട്ട കൂടുതൽ കുതിരകൾ വന്നു. പീപ്പിൾ ഇൻ ദ വില്ലേജ് ഗാതേർഡ് അഗെയിൻ ആൻഡ് സെഡ്, ഓൾഡ് മാൻ യു ആർ റൈറ്റ്. ഗ്രാമത്തിലെ ആളുകൾ വീണ്ടും ഒത്തുകൂടി പറഞ്ഞു, വൃദ്ധ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പീപ്പിൾ ഇൻ ദ വില്ലേജ്, പീപ്പിൾ ആളുകൾ, വില്ലേജ് ഗ്രാമം. പീപ്പിൾ ഇൻ ദ വില്ലേജ് ഗ്രാമത്തിലെ ആളുകൾ. ഗാതേർഡ്, ഗാതേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒത്തുകൂടി. അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. പീപ്പിൾ ഇൻ ദ വില്ലേജ് ഗാതേർഡ് അഗെയിൻ, ഗ്രാമത്തിലെ ആളുകൾ വീണ്ടും ഒത്തുകൂടി. ആൻഡ് സെഡ്, സെഡ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓൾ മാൻ യു ആർ റൈറ്റ്. യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. ഓൾ മാൻ യു ആർ റൈറ്റ്, വൃദ്ധ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. വി ആർ സോറി ഫോർ അവർ ജഡ്ജ്മെൻറ്റ്, ഞങ്ങളുടെ വിധിന്യായത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വിധി അല്ലെങ്കിൽ വിധിന്യായം. വി ആർ സോറി ഫോർ അവർ ജഡ്ജ്മെൻറ്റ്, ഞങ്ങളുടെ വിധിന്യായത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു. യു ആർ റൈറ്റ്, ഇറ്റ് വാസിൻ്റ് എ മിസ്ഫോർച്യൂൺ ബട്ട് എ ബ്ലെസ്സിങ്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, അതൊരു നിർഭാഗ്യമായിരുന്നില്ല, മറിച്ച് ഒരു അനുഗ്രഹമായിരുന്നു. യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. ഇറ്റ് വാസിൻ്റ് എ മിസ്ഫോർച്യൂൺ
മിസ്ഫോർച്യൂൺ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നിർഭാഗ്യം അല്ലെങ്കിൽ അത്യാഹിതം. ഇറ്റ് വാസ് ഇൻ എ മിസ്ഫോർച്യൂൺ. അതൊരു നിർഭാഗ്യമായിരുന്നില്ല, ബട്ട് എ ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ, ഇതൊക്കെയാണ് അർത്ഥം. ഇറ്റ് വാസ് ഇൻ എ മിസ്ഫോർച്യൂൺ ബട്ട് എ ബ്ലെസ്സിങ്. അതൊരു നിർഭാഗ്യമായിരുന്നില്ല, പക്ഷേ ഒരു അനുഗ്രഹമായിരുന്നു. നൗ യു ഹാവ് മോർ ബ്യൂട്ടിഫുൾ ഹോഴ്സസ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനോഹരമായ കുതിരകളുണ്ട്. നൗ ഇപ്പോൾ, മോർ കൂടുതൽ, ബ്യൂട്ടിഫുൾ മനോഹരമായ. നൗ യു ഹാവ് മോർ ബ്യൂട്ടിഫുൾ ഹോഴ്സസ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനോഹരമായ കുതിരകളുണ്ട്. യു ക്യാൻ ട്രെയിൻ ദം ആൻഡ് സെൽ ദം ടു ഏൺ മണി. നിങ്ങൾക്ക് അവരെ പരിശീലിപ്പിച്ച് പണം സമ്പാദിക്കാൻ അവരെ വിൽക്കാം. യു ക്യാൻ ട്രെയിൻ ദം. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അഭ്യസിപ്പിക്കുക, പരിശീലിപ്പിക്കുക, വളർത്തുക, മെരുക്കുക, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. യു ക്യാൻ ട്രെയിൻ ദം. നിങ്ങൾക്ക് അവയെ പരിശീലിപ്പിക്കാം. ആൻഡ് സെൽ ദം. സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. ആൻഡ് സെൽ ദം. അവയെ വിൽക്കാം. എന്തിനു വേണ്ടിയാ? ടു ഏൺ മണി. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക. ടു ഏൺ മണി, പണം സമ്പാദിക്കാൻ. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്, അഗെയിൻ യു ആർ ഗോയിങ് ടു ഫാർ. വൃദ്ധൻ മറുപടി പറഞ്ഞു, വീണ്ടും നിങ്ങൾ വളരെ ദൂരം പോകുന്നു. റിപ്ലൈഡ്, മറുപടി പറഞ്ഞു. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്, വൃദ്ധൻ മറുപടി പറഞ്ഞു. അഗെയിൻ യു ആർ ഗോയിങ് ടു ഫാർ. അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും അല്ലെങ്കിൽ പിന്നെയും. ഫാർ ദൂരെ അല്ലെങ്കിൽ അകലെ. ടു ഫാർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ അല്ലെങ്കിൽ വളരെ അകലെ. അഗെയിൻ യു ആർ ഗോയിങ് ടു ഫാർ. വീണ്ടും നിങ്ങൾ വളരെ ദൂരം പോകുന്നു. ജസ്റ്റ് സേ ദാറ്റ് ദ ഹോഴ്സ് ഈസ് ബാക്ക് ആൻഡ് സേ ദാറ്റ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ഹാവ് മോർ ഹോഴ്സസ് ബട്ട് ഡോണ്ട് ജഡ്ജ്. കുതിര തിരിച്ചെത്തി എന്ന് പറയുക. കൂടുതൽ കുതിരകൾ ഉള്ളത് അനുഗ്രഹമാണെന്ന് പറയുക, പക്ഷേ വിധിക്കരുത്. സേ എന്ന് പറഞ്ഞാൽ പറയുക. ജസ്റ്റ് സേ ദാറ്റ് ദ ഹോഴ്സ് ഈസ് ബാക്ക്. കുതിര തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് സേ ദാറ്റ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ഹാവ് മോർ ഹോഴ്സസ്. ബ്ലെസ്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, അനുഗ്രഹം. മോർ ഹോഴ്സസ്, കൂടുതൽ കുതിരകൾ. സേ ദാറ്റ് ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ഹാവ് മോർ ഹോഴ്സസ്. കൂടുതൽ കുതിരകൾ ഉള്ളത് അനുഗ്രഹമാണെന്ന് പറയുക. ബട്ട് ഡോണ്ട് ജഡ്ജ്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, വിധി പറയുക, തീർപ്പാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ബട്ട് ഡോണ്ട് ജഡ്ജ്, പക്ഷേ വിധിക്കരുത്. ഹൂ നോസ് വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ നോട്ട്. അത് അനുഗ്രഹമാണോ അല്ലയോ എന്ന് ആർക്കറിയാം? ഹൂ നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. വെദർ ആണോ അല്ലയോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ. ബ്ലെസ്സിങ് അനുഗ്രഹം. ഹൂ നോസ് വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ നോട്ട്. അത് അനുഗ്രഹമാണോ അല്ലയോ എന്ന് ആർക്കറിയാം? ഇറ്റ് ഈസ് ഓൺലി എ ഫ്രാഗ്മെൻറ്റ്, ഇറ്റ് വിൽ പാസ് ടു. അതൊരു അംശം മാത്രമാണ്, അതും കടന്നു പോകും. ഇറ്റ് ഈസ് ഓൺലി എ ഫ്രാഗ്മെൻറ്റ്. ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അംശം, തുണ്ട്, ശകലം, കഷ്ണം, ഇതൊക്കെയാണ് അർത്ഥം. ഓൺലി മാത്രം. ഇറ്റ് ഈസ് ഓൺലി എ ഫ്രാഗ്മെൻറ്റ്. അതൊരു അംശം മാത്രമാണ്. ഇറ്റ് വിൽ പാസ് ടു. പാസ് എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. ഇറ്റ് വിൽ പാസ് ടു. അതും കടന്നു പോകും. ദിസ് ടൈം പീപ്പിൾ കെപ്റ്റ് സൈലൻറ്റ്. ഇത്തവണ ആളുകൾ മൗനം പാലിച്ചു. ദിസ് ടൈം, ഇത്തവണ. പീപ്പിൾ കെപ്റ്റ് സൈലൻറ്റ്. സൈലൻറ്റ് എന്ന് പറഞ്ഞാൽ മൗനമായ. പീപ്പിൾ കെപ്റ്റ് സൈലൻറ്റ്. ആളുകൾ മൗനം പാലിച്ചു. ദി ഓൾഡ് മാൻസ് ഓൺലി സൺ സ്റ്റാർട്ടഡ് ടു ട്രെയിൻ ഹോഴ്സസ്. വൃദ്ധൻ്റെ ഏക മകൻ കുതിരകളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ഓൺലി സൺ എന്ന് വെച്ചാൽ ഏക മകൻ. ദി ഓൾഡ് മാൻസ് ഓൺലി സൺ, വൃദ്ധൻ്റെ ഏക മകൻ. സ്റ്റാർട്ടഡ് ടു ട്രെയിൻ ഹോഴ്സസ്. സ്റ്റാർട്ടഡ് തുടങ്ങി. ട്രെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പരിശീലിപ്പിക്കുക. സ്റ്റാർട്ടഡ് ടു ട്രെയിൻ ഹോഴ്സസ്, കുതിരകളെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, വൈൽ ട്രെയിനിങ് വൺ ഓഫ് ദോസ് വൈൽഡ് ഹോഴ്സസ്, ദി ഓൾഡ് മാൻസ് സൺ ഫെൽ ഫ്രം ദ ഹോഴ്സ് ആൻഡ് ഹിസ് ലെഗ്സ് വർ ബ്രോക്കൺ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കാട്ടുകുതിരകളിൽ ഒന്നിനെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ വൃദ്ധൻ്റെ മകൻ കുതിരപ്പുറത്തു നിന്ന് വീണു. അവൻ്റെ കാലുകൾ ഒടിഞ്ഞു. ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. വൈൽ ട്രെയിനിങ് വൺ ഓഫ് ദോസ് വൈൽഡ് ഹോഴ്സസ്. വൈൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത്. വൈൽ ട്രെയിനിങ്, പരിശീലിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നതിനിടയിൽ. വൺ ഓഫ് ദോസ് വൈൽഡ് ഹോഴ്സസ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ വനം അല്ലെങ്കിൽ കാട്ടിലുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ കുതിര. അപ്പോൾ വൈൽഡ് ഹോഴ്സ് എന്ന് വെച്ചാൽ കാട്ടുകുതിര. വൺ ഓഫ് ദോസ് വൈൽഡ് ഹോഴ്സസ്, ആ കാട്ടുകുതിരകളിൽ ഒന്നിനെ. വൈൽഡ് ട്രെയിനിങ് വൺ ഓഫ് ദോസ് വൈൽഡ് ഹോഴ്സസ്, കാട്ടുകുതിരകളിൽ ഒന്നിനെ പരിശീലിപ്പിക്കുന്നതിനിടയിൽ. ദി ഓൾഡ് മാൻ സൺ ഫെൽ ഫ്രം ദ ഹോഴ്സ്. ഫെൽ എന്ന് വെച്ചാൽ വീണു. ദി ഓൾഡ് മാൻ സൺ ഫെൽ, വൃദ്ധൻ്റെ മകൻ വീണു. എവിടെ നിന്നാണ് വീണത്? ഫ്രം ദ ഹോഴ്സ്, കുതിരപ്പുറത്ത് നിന്ന്. ആൻഡ് ഹിസ് ലെഗ്സ് വർ ബ്രോക്കൺ, അവൻ്റെ കാലുകൾ ഒടിഞ്ഞു. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക, തകരുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ വീത്രിയാണ് ബ്രോക്കൺ എന്ന് പറയുന്നത്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ പൊട്ടി, തകർന്നു അല്ലെങ്കിൽ ഒടിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ഹിസ് ലെഗ്സ് വർ ബ്രോക്കൺ, അവൻ്റെ കാലുകൾ ഒടിഞ്ഞു. ഹിയറിംഗ് ദിസ് ന്യൂസ് പീപ്പിൾ ഗാദേർഡ് ആൻഡ് സെഡ്, യു ആർ റൈറ്റ്. ഈ വാർത്ത കേട്ട് ആളുകൾ ഒത്തുകൂടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഹിയറിംഗ് ദിസ് ന്യൂസ്, ഈ വാർത്ത കേട്ട്
പീപ്പിൾ ഗ്യാതേർഡ്, പീപ്പിൾ ആളുകൾ. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ ഒത്തുകൂടി. പീപ്പിൾ ഗ്യാതേർഡ്, ആളുകൾ ഒത്തുകൂടി. ആൻഡ് സെഡ്, സെഡ് പറഞ്ഞു. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. ഹാവിങ് മോർ ഹോഴ്സസ് ഈസ് ഇൻ എ ബ്ലെസ്സിങ്, കൂടുതൽ കുതിരകൾ ഉള്ളത് ഒരു അനുഗ്രഹമല്ല. മോർ ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കുതിരകൾ. ബ്ലെസ്സിങ് നമ്മൾ നേരത്തെ പറഞ്ഞു അനുഗ്രഹം. ഹാവിങ് മോർ ഹോഴ്സസ് ഈസ് ഇൻ എ ബ്ലെസ്സിങ്, കൂടുതൽ കുതിരകൾ ഉള്ളത് ഒരു അനുഗ്രഹമല്ല. നൗ യുവർ ഓൺലി സൺ ഇൻജുർഡ് ബിക്കോസ് ഓഫ് ദിസ്, ഇപ്പോൾ നിങ്ങളുടെ ഏക മകന് ഇതുമൂലം പരിക്കേറ്റു. നൗ യുവർ ഓൺലി സൺ, നൗ ഇപ്പോൾ, ഓൺലി സൺ ഏക മകൻ, ഇൻജുർഡ് എന്ന് വെച്ചാൽ പരിക്കേറ്റു. നൗ യുവർ ഓൺലി സൺ ഈസ് ഇൻജുർഡ്, ഇപ്പോൾ നിങ്ങളുടെ ഏക മകന് പരിക്കേറ്റു. ബിക്കോസ് ഓഫ് ദിസ്, ബിക്കോസ് ഓഫ് ദിസ് എന്ന് വെച്ചാൽ ഇതുമൂലം അല്ലെങ്കിൽ ഇത് കാരണം. ഇൻ ദിസ് ഓൾഡ് ഏജ് വാട്ട് വിൽ യു ഡു വിത്ത് യുവർ ക്രിപ്പിൾഡ് സൺ, ഈ വാർദ്ധക്യത്തിൽ വികലാംഗനായ മകനെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇൻ ദിസ് ഓൾഡ് ഏജ്, ഈ വാർദ്ധക്യത്തിൽ. വാട്ട് വിൽ യു ഡു, വാട്ട് വിൽ യു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വിത്ത് യുവർ ക്രിപ്പിൾഡ് സൺ, ക്രിപ്പിൾ എന്ന് വെച്ചാൽ മുടന്തൻ അല്ലെങ്കിൽ വികലാംഗൻ എന്നൊക്കെയാണ് അർത്ഥം. വാട്ട് വിൽ യു ഡു വിത്ത് യുവർ ക്രിപ്പിൾഡ് സൺ, വികലാംഗനായ മകനെയും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഓൾഡ് മാൻ റിപ്ലൈഡ്, ഡോണ്ട് ഗോ ദാറ്റ് ഫാർ, വൃദ്ധൻ മറുപടി പറഞ്ഞു, അത്ര ദൂരം പോകരുത്. ഓൾഡ് മാൻ റിപ്ലൈഡ്, റിപ്ലൈഡ് മറുപടി പറഞ്ഞു. ഓൾഡ് മാൻ റിപ്ലൈഡ്, വൃദ്ധൻ മറുപടി പറഞ്ഞു. ഡോണ്ട് ഗോ ദാറ്റ് ഫാർ, ഫാർ എന്ന് വെച്ചാൽ ദൂരെ അല്ലെങ്കിൽ അകലെ. ഡോണ്ട് ഗോ ദാറ്റ് ഫാർ, അത്ര ദൂരം പോകരുത്. സേ ഓൺലി ദാറ്റ് മൈ സൺ ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ്സ്, എൻ്റെ മകന് കാലുകൾ ഒടിഞ്ഞു എന്ന് മാത്രം പറയുക. സേ പറയുക, സേ ഓൺലി ദാറ്റ് എന്ന് മാത്രം പറയുക. മൈ സൺ ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ്സ്, ബ്രോക്കൺ ഒടിഞ്ഞു. മൈ സൺ ഹാസ് ബ്രോക്കൺ ഹിസ് ലെഗ്സ്, എൻ്റെ മകൻ്റെ കാലുകൾ ഒടിഞ്ഞിരിക്കുന്നു. ഹൂ നോസ് വെദർ ദിസ് ഈസ് എ മിസ്ഫോർച്യൂൺ ഓർ എ ബ്ലെസ്സിങ്, ഇതൊരു നിർഭാഗ്യമാണോ അനുഗ്രഹമാണോ എന്ന് ആർക്കറിയാം? ഹൂ നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. വെദർ ആണോ അല്ലയോ. ദിസ് ഈസ് എ മിസ്ഫോർച്യൂൺ ഓർ എ ബ്ലെസ്സിങ്, മിസ്ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യം, ബ്ലെസ്സിങ് അനുഗ്രഹം. ഹൂ നോസ് വെദർ ദിസ് ഈസ് എ മിസ്ഫോർച്യൂൺ ഓർ എ ബ്ലെസ്സിങ്, ഇത് നിർഭാഗ്യമാണോ അനുഗ്രഹമാണോ എന്ന് ആർക്കറിയാം? നോബഡി നോസ്, നോബഡി നോസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. 1 month later, all the young people of the village were forced to join the military as war broke out. ഒരു മാസത്തിന് ശേഷം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനാൽ ഗ്രാമത്തിലെ എല്ലാ ചെറുപ്പക്കാരും സൈന്യത്തിൽ ചേരാൻ നിർബന്ധിതരായി. 1 month later, ഒരു മാസത്തിന് ശേഷം. ഓൾ ദ യങ് പീപ്പിൾ, യങ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ. ഓഫ് ദ വില്ലേജ്, വില്ലേജ് ഗ്രാമം. ഓൾ ദ യങ് പീപ്പിൾ ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിലെ എല്ലാ ചെറുപ്പക്കാരും. വർ ഫോഴ്സ്ഡ് ടു ജോയിൻ ദ മിലിറ്ററി, ഫോഴ്സ് എന്ന് വെച്ചാൽ നിർബന്ധിച്ചു അല്ലെങ്കിൽ നിർബന്ധിതമായ. ജോയിൻ എന്ന് പറഞ്ഞാൽ ചേരുക. മിലിറ്ററി സൈന്യം. ഓൾ ദ യങ് പീപ്പിൾ ഓഫ് ദ വില്ലേജ് വർ ഫോഴ്സ്ഡ് ടു ജോയിൻ ദ മിലിറ്ററി, ഗ്രാമത്തിലെ എല്ലാ ചെറുപ്പക്കാരും സൈന്യത്തിൽ ചേരാൻ നിർബന്ധിതരായി. ആസ് വാർ ബ്രോക്ക് ഔട്ട്, വാർ യുദ്ധം. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ആരംഭിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെട്ടു. ഓൾ ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് വർ ക്രൈയിങ്, ഗ്രാമത്തിലുള്ളവരെല്ലാം കരയുകയായിരുന്നു. ക്രൈ എന്ന് വെച്ചാൽ കരയുക. ഓൾ ദ പീപ്പിൾ ഇൻ ദ വില്ലേജ് വർ ക്രൈയിങ്, ഗ്രാമത്തിലുള്ളവരെല്ലാം കരഞ്ഞു. പീപ്പിൾ കെയിം ടു ദി ഓൾഡ് മാൻ ആൻഡ് സെഡ്, അവർ സൺസ് ആർ ഗോൺ ഫോർ എവർ. ആളുകൾ വൃദ്ധൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ എന്നേക്കുമായി പോയി. പീപ്പിൾ കെയിം ടു ദി ഓൾഡ് മാൻ, പീപ്പിൾ ആളുകൾ, കെയിം എന്ന് വെച്ചാൽ വന്നു. പീപ്പിൾ കെയിം ടു ദി ഓൾഡ് മാൻ, ആളുകൾ വൃദ്ധൻ്റെ അടുത്ത് വന്നു. ആൻഡ് സെഡ്, സെഡ് പറഞ്ഞു. അവർ സൺസ് ആർ ഗോൺ ഫോർ എവർ, ഗോൺ പോയി. ഫോർ എവർ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി. അവർ സൺസ് ആർ ഗോൺ ഫോർ എവർ, ഞങ്ങളുടെ മക്കൾ എന്നേക്കുമായി പോയി. ദി ഇഞ്ചുറി ടു യുവർ സൺ വാസ് എ ബ്ലെസ്സിങ്, നിങ്ങളുടെ മകന് പരിക്കേറ്റത് ഒരു അനുഗ്രഹമായിരുന്നു. ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ മുറിവ് അല്ലെങ്കിൽ പരിക്ക്. ബ്ലെസ്സിങ് അനുഗ്രഹം. ദി ഇഞ്ചുറി ടു യുവർ സൺ വാസ് എ ബ്ലെസ്സിങ്, നിങ്ങളുടെ മകന് പരിക്കേറ്റത് ഒരു അനുഗ്രഹമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഹീസ് അലൈവ് ആൻഡ് ഹി ക്യാൻ ലിവ് വിത്ത് യു, കുറഞ്ഞ പക്ഷം അവൻ ജീവിച്ചിരിക്കുന്നു, അവൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയും. അറ്റ്ലീസ്റ്റ് ഹീസ് അലൈവ്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം. അലൈവ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള അല്ലെങ്കിൽ ജീവനോട് കൂടിയ, ബോധവാനായ, ഇതൊക്കെയാണ് അർത്ഥം. അറ്റ്ലീസ്റ്റ് ഹീസ് അലൈവ്, കുറഞ്ഞത് അവൻ ജീവിച്ചിരിക്കുന്നു. ആൻഡ് ഹി ക്യാൻ ലിവ് വിത്ത് യു, ലിവ് ജീവിക്കുക. ആൻഡ് ഹി ക്യാൻ ലിവ് വിത്ത് യു, അവന് നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയും. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്, നോബഡി നോസ്, ഓൺലി സേ യുവർ സൺസ് ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു എൻ്റർ ദി ആർമി ആൻഡ് മൈ സൺ ഹാസ് നോട്ട് ബീൻ ഫോഴ്സ്ഡ്, ബട്ട് നോ വൺ നോസ് വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ എ മിസ്ഫോർച്യൂൺ. വൃദ്ധൻ മറുപടി പറഞ്ഞു, ആർക്കും അറിയില്ല, നിങ്ങളുടെ മക്കൾ സൈന്യത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിതരായി. എൻ്റെ മകനെ നിർബന്ധിച്ചിട്ടില്ല എന്ന് മാത്രം പറയുക.
പക്ഷെ അത് അനുഗ്രഹമാണോ നിർഭാഗ്യമാണോ എന്ന് ആർക്കും അറിയില്ല. ദി ഓൾഡ് മാൻ റിപ്ലൈഡ്. വൃദ്ധൻ മറുപടി പറഞ്ഞു. നോബഡി നോസ്. നോബഡി നോസ് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഓൺലി സേ യുവർ സൺസ് ഹാവ് ബീൻ ഫോഴ്സ് ടു എൻ്റർ ദി ആർമി. ഓൺലി മാത്രം, സേ പറയുക, ഫോഴ്സ് എന്ന് വെച്ചാൽ നിർബന്ധിക്കുക, എൻ്റർ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക അല്ലെങ്കിൽ ചേർക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആർമി സൈന്യം. ഓൺലി സേ യുവർ സൺസ് ഹാവ് ബീൻ ഫോഴ്സ് ടു എൻ്റർ ദി ആർമി. നിങ്ങളുടെ മക്കൾ സൈന്യത്തിൽ പ്രവേശിക്കാൻ നിർബന്ധിതരായി എന്ന് മാത്രം പറയുക. ആൻഡ് മൈ സൺ ഹാസ് നോട്ട് ബീൻ ഫോഴ്സ്ഡ്. പക്ഷേ എൻ്റെ മകനെ നിർബന്ധിച്ചിട്ടില്ല. ബട്ട് നോ വൺ നോസ് വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ എ മിസ്ഫോർച്യൂൺ. നോ വൺ നോസ് എന്ന് പറഞ്ഞാൽ ആരും അറിയുന്നില്ല അല്ലെങ്കിൽ ആർക്കും അറിയില്ല. വെദർ ആണോ അല്ലയോ. വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ എ മിസ്ഫോർച്യൂൺ. ബ്ലെസ്സിങ് അനുഗ്രഹം, മിസ്ഫോർച്യൂൺ നിർഭാഗ്യം. ബട്ട് നോ വൺ നോസ് വെദർ ഇറ്റ് ഈസ് എ ബ്ലെസ്സിങ് ഓർ എ മിസ്ഫോർച്യൂൺ. പക്ഷെ അത് അനുഗ്രഹമാണോ നിർഭാഗ്യമാണോ എന്ന് ആർക്കും അറിയില്ല. നോബഡി വിൽ എവർ ബി ഏബിൾ ടു നോ ഇറ്റ്. ഓൺലി ഗോഡ് നോസ്. ആർക്കും അത് ഒരിക്കലും അറിയാൻ കഴിയില്ല, ദൈവത്തിന് മാത്രമേ അറിയൂ. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല അല്ലെങ്കിൽ ആർക്കുമില്ല. ഏബിൾ എന്ന് പറഞ്ഞാൽ കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള. നോ അറിയുക. നോബഡി വിൽ എവർ ബി ഏബിൾ ടു നോ ഇറ്റ്. ആർക്കും അത് ഒരിക്കലും അറിയാൻ കഴിയില്ല. ഓൺലി ഗോഡ് നോസ്. ദൈവത്തിന് മാത്രമേ അറിയൂ. അവസാനം ഈ സ്റ്റോറിയുടെ ഗുണപാഠമാണ് പറയുന്നത്. മോറൽ. മോറൽ എന്ന് പറഞ്ഞാൽ ഗുണപാഠം. സിമിലർ ഈസ് അവർ ലൈഫ്. നമ്മുടെ ജീവിതവും സമാനമാണ്. സിമിലർ എന്ന് പറഞ്ഞാൽ സമാനമായ അല്ലെങ്കിൽ സാമ്യമുള്ള. ലൈഫ് ജീവിതം. സിമിലർ ഈസ് അവർ ലൈഫ്. നമ്മുടെ ജീവിതവും സമാനമാണ്. വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് വി കം ടു എ കൺക്ലൂഷൻ ബട്ട് വി നെവർ തിങ്ക് ദാറ്റ് ദർ ആർ തിങ്സ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ബിയോണ്ട് അസ്. എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ നമ്മളൊരു നിഗമനത്തിലെത്തുന്നു, പക്ഷെ നമുക്ക് അതീതമായ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല. വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ്. സംതിങ് എന്തെങ്കിലും. ബാഡ് മോശം അല്ലെങ്കിൽ ചീത്ത. ഹാപ്പൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് എന്തെങ്കിലും മോശം സംഭവിക്കുമ്പോൾ വി കം ടു എ കൺക്ലൂഷൻ. കം വരിക അല്ലെങ്കിൽ എത്തുക, എത്തിച്ചേരുക. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിഗമനം അല്ലെങ്കിൽ തീരുമാനം. വി കം ടു എ കൺക്ലൂഷൻ. നമ്മളൊരു നിഗമനത്തിലെത്തുന്നു. ബട്ട് വി നെവർ തിങ്ക് ദാറ്റ്. നെവർ ഒരിക്കലും. തിങ്ക് ചിന്തിക്കുക അല്ലെങ്കിൽ കരുതുക. ബട്ട് വി നെവർ തിങ്ക് ദാറ്റ്. പക്ഷെ നമ്മൾ ഒരിക്കലും കരുതുന്നില്ല അല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ദർ ആർ തിങ്സ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ബിയോണ്ട് അസ്. തിങ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ. കംപ്ലീറ്റ്ലി പൂർണ്ണമായും. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലായ അല്ലെങ്കിൽ അതീതമായ, അപ്പുറം, ഇതൊക്കെയാണ് അർത്ഥം. ദർ ആർ തിങ്സ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി ബിയോണ്ട് അസ്. നമുക്ക് അതീതമായ കാര്യങ്ങളുണ്ട്. വി ഷുഡ് നോട്ട് ജഡ്ജ് എനി സിറ്റുവേഷൻ ജസ്റ്റ് ബൈ വാട്ട് വി സീ. ഒരു സാഹചര്യത്തെയും നാം കാണുന്നതിനനുസരിച്ച് വിലയിരുത്തരുത്. വി ഷുഡ് നോട്ട് ജഡ്ജ്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ വിധി പറയുക അല്ലെങ്കിൽ വിധിക്കുക, ഊഹിച്ചു പറയുക, കണക്കാക്കുക. ഈ അർത്ഥത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വി ഷുഡ് നോട്ട് ജഡ്ജ്. നമ്മൾ വിധിക്കാൻ പാടില്ല അല്ലെങ്കിൽ കണക്കാക്കാൻ പാടില്ല. എനി സിറ്റുവേഷൻ. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സാഹചര്യം അല്ലെങ്കിൽ അവസ്ഥ. വി ഷുഡ് നോട്ട് ജഡ്ജ് എനി സിറ്റുവേഷൻ. നമ്മൾ ഒരു സാഹചര്യത്തെയും വിലയിരുത്തരുത് അല്ലെങ്കിൽ കണക്കാക്കരുത്. ജസ്റ്റ് ബൈ വാട്ട് വി സീ. സീ എന്ന് പറഞ്ഞാൽ കാണുക. ജസ്റ്റ് ബൈ വാട്ട് വി സീ. നമ്മൾ കാണുന്നതിലൂടെ മാത്രം. വി നെവർ നോ വാട്ട്സ് ഗോയിങ് ടു കം നെക്സ്റ്റ്. അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. വി നെവർ നോ. നമുക്കൊരിക്കലും അറിയില്ല. വാട്ട്സ് ഗോയിങ് ടു കം നെക്സ്റ്റ്. കം വരിക. നെക്സ്റ്റ് അടുത്തത്. വാട്ട്സ് ഗോയിങ് ടു കം നെക്സ്റ്റ്. അടുത്തതായി എന്താണ് വരാൻ പോകുന്നതെന്ന്. വി നെവർ നോ വാട്ട്സ് ഗോയിങ് ടു കം നെക്സ്റ്റ്. അടുത്തതായി എന്താണ് വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ സ്റ്റോറിയുടെ പേര് സാൻഡ് ആൻഡ് സ്റ്റോൺ. മണലും കല്ലും. സാൻഡ് എന്ന് പറഞ്ഞാൽ മണൽ, സ്റ്റോൺ കല്ല് അല്ലെങ്കിൽ പാറ. സാൻഡ് ആൻഡ് സ്റ്റോൺ, മണലും കല്ലും. ജോൺ ആൻഡ് ജെയിംസ് വർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ജോണും ജെയിംസും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സുഹൃത്ത് അല്ലെങ്കിൽ ഉറ്റ സുഹൃത്ത്. ജോണും ജെയിംസും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ജോൺ ആൻഡ് ജെയിംസ് വർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ദേ ഫോട്ട് ഫോർ മെനി റീസൺസ് ബട്ട് നെവർ ഗേവ് അപ്പ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. പല കാരണങ്ങളാൽ അവർ വഴക്കിട്ടെങ്കിലും സൗഹൃദം ഉപേക്ഷിച്ചില്ല. ദേ ഫോട്ട് ഫോർ മെനി റീസൺസ്. ഫൈറ്റിൻ്റെ പാസ്റ്റാണ് ഫോട്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കലഹം, അടിപിടി, പോരാടുക, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഫോട്ട് എന്ന് പറഞ്ഞാൽ പോരാടി അല്ലെങ്കിൽ വഴക്കിട്ടു. റീസൺ എന്ന് പറഞ്ഞാൽ കാരണം. ദേ ഫോട്ട് ഫോർ മെനി റീസൺസ്. പല കാരണങ്ങളാൽ അവർ പോരാടി അല്ലെങ്കിൽ വഴക്കിട്ടു. ബട്ട് പക്ഷേ നെവർ ഗേവ് അപ്പ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. നെവർ ഒരിക്കലുമില്ല അല്ലെങ്കിൽ തീർച്ചയായും ഇല്ല. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, കൈവെടിയുക, പരാജയം സമ്മതിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗേവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം. ദെയർ ഫ്രണ്ട്ഷിപ്പ്
അവരുടെ സൗഹൃദം. ബട്ട് നെവർ ഗേവ് അപ്പ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഒരിക്കലും അവരുടെ സൗഹൃദം ഉപേക്ഷിച്ചില്ല. ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് എ ജോബ് ആൻഡ് ദേ വിസിറ്റഡ് മെനി പ്ലേസസ് ടു ഏൺ സം മണി. അവർ ജോലി തേടി പോയി. കുറച്ച് പണം സമ്പാദിക്കാൻ അവർ പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് എ ജോബ്. വെന്റ് എന്ന് പറഞ്ഞാൽ പോയി. സെർച്ച് എന്ന് പറഞ്ഞാൽ തേടൽ, തിരയുക, തേടുക, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ സെർച്ച് ഓഫ് എ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി തേടി. ദേ വെന്റ് ഇൻ സെർച്ച് ഓഫ് എ ജോബ്. അവർ ജോലി തേടി പോയി. ആൻഡ് ദേ വിസിറ്റഡ് മെനി പ്ലേസസ്. വിസിറ്റ് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക, പ്ലേസ് സ്ഥലം, മെനി പ്ലേസസ് പല സ്ഥലങ്ങൾ. ആൻഡ് ദേ വിസിറ്റഡ് മെനി പ്ലേസസ്. അവർ പല സ്ഥലങ്ങളും സന്ദർശിച്ചു. ടു ഏൺ സം മണി. ഏൺ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക അല്ലെങ്കിൽ പണമുണ്ടാക്കുക. ടു ഏൺ സം മണി, കുറച്ച് പണം സമ്പാദിക്കാൻ. ദേ പാസ് ത്രൂ വേരിയസ് പ്ലേസസ്, വില്ലേജസ്, ടൗൺസ്, ഫോറസ്റ്റ് ആൻഡ് ബീച്ചസ്. അവർ വിവിധ സ്ഥലങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും വനങ്ങളിലൂടെയും കടൽ തീരങ്ങളിലൂടെയും കടന്നുപോയി. ദേ പാസ്റ്റ്. പാസ് എന്ന് പറഞ്ഞാൽ വിജയിക്കുക അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ കടന്നു പോകുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദേ പാസ്റ്റ്. അവർ കടന്നുപോയി. ഏതിലൂടെയാണ് കടന്നുപോയത്? ത്രൂ വേരിയസ് പ്ലേസസ്. വേരിയസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, വിവിധങ്ങളായ അല്ലെങ്കിൽ വിവിധ. ത്രൂ എന്ന് വെച്ചാൽ ഇടയിലൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പ്ലേസ് സ്ഥലം. ത്രൂ വേരിയസ് പ്ലേസസ്, വിവിധ സ്ഥലങ്ങളിലൂടെ. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമം. ത്രൂ വില്ലേജസ്, ഗ്രാമങ്ങളിലൂടെ. ടൗൺസ്. ടൗൺ എന്ന് പറഞ്ഞാൽ പട്ടണം അല്ലെങ്കിൽ നഗരം, നഗരങ്ങളിലൂടെ. ഫോറസ്റ്റ്. ഫോറസ്റ്റ് കാട് അല്ലെങ്കിൽ വനം. ആൻഡ് ബീച്ചസ്. ബീച്ച് കടൽ തീരം. ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും വനങ്ങളിലൂടെയും കടൽ തീരങ്ങളിലൂടെയും കടന്നുപോയി. ദേ സപ്പോർട്ടഡ് ഈച്ച് അതർ ത്രൂ ഔട്ട് ദെയർ ജേർണി. യാത്രയിലുടനീളം അവർ പരസ്പരം പിന്തുണച്ചു. ദേ സപ്പോർട്ടഡ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്തുണ, അനുകൂലിക്കുക, സഹായിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദേ സപ്പോർട്ടഡ്. അവർ പിന്തുണച്ചു. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം. ദേ സപ്പോർട്ടഡ് ഈച്ച് അതർ. അവർ പരസ്പരം പിന്തുണച്ചു. ത്രൂ ഔട്ട് ദെയർ ജേർണി. ത്രൂ ഔട്ട് എന്ന് പറഞ്ഞാൽ ഉടനീളം, വഴിനീളെ അല്ലെങ്കിൽ എല്ലായിടവും, ഇതൊക്കെയാണ് അർത്ഥം. ജേർണി യാത്ര അല്ലെങ്കിൽ സഞ്ചാരം. ത്രൂ ഔട്ട് ദെയർ ജേർണി. അവരുടെ യാത്രയിൽ ഉടനീളം. വൺ ഡേ ദേ റീച്ച്ഡ് എ ഡെസേർട്ട്. ഒരു ദിവസം അവർ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ തരിശുഭൂമിയിൽ എത്തി. വൺ ഡേ ഒരു ദിവസം. ദേ റീച്ച്ഡ്. റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക അല്ലെങ്കിൽ എത്തിച്ചേരുക. ദേ റീച്ച്ഡ്. അവർ എത്തി. എവിടെ എത്തിയത്? എ ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി അല്ലെങ്കിൽ തരിശുഭൂമി, വെള്ളമില്ലാത്ത ഭൂമി, ഇതൊക്കെയാണ് അർത്ഥം. ദേ റീച്ച്ഡ് എ ഡെസേർട്ട്. അവർ ഒരു മരുഭൂമിയിൽ അല്ലെങ്കിൽ തരിശുഭൂമിയിൽ എത്തി. ദേ ഹാഡ് എ വെരി ലിറ്റിൽ ഫുഡ് ആൻഡ് വാട്ടർ. അവർക്ക് ഭക്ഷണവും വെള്ളവും വളരെ കുറവായിരുന്നു. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ അല്പം അല്ലെങ്കിൽ കുറച്ച്. വെരി ലിറ്റിൽ വളരെ കുറച്ച്. ദേ ഹാഡ് എ വെരി ലിറ്റിൽ ഫുഡ് ആൻഡ് വാട്ടർ. അവർക്ക് ഭക്ഷണവും വെള്ളവും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ജോൺ സെഡ് ദാറ്റ് ദേ ഷുഡ് സേവ് ദ ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ലേറ്റർ യൂസ്. ഭക്ഷണവും വെള്ളവും പിന്നീടുള്ള ഉപയോഗത്തിനായി സൂക്ഷിക്കണമെന്ന് ജോൺ പറഞ്ഞു. ജോൺ സെഡ് ദാറ്റ്. സെഡ് പറഞ്ഞു. ജോൺ സെഡ് ദാറ്റ്. ജോൺ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേ ഷുഡ് സേവ് ദ ഫുഡ് ആൻഡ് വാട്ടർ. സേവ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, രക്ഷിക്കുക, സൂക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദേ ഷുഡ് സേവ് ദ ഫുഡ് ആൻഡ് വാട്ടർ. അവർ ഭക്ഷണവും വെള്ളവും സംരക്ഷിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം. ഫോർ ലേറ്റർ യൂസ്. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്. ലേറ്റർ യൂസ് പിന്നീടുള്ള ഉപയോഗം. ഫോർ ലേറ്റർ യൂസ് പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി. ഹൗവെവർ ജെയിംസ് ഡിസഗ്രീഡ്. എന്നാലും ജെയിംസ് സമ്മതിച്ചില്ല. ഹൗവെവർ എന്ന് പറഞ്ഞാൽ എങ്കിലും, എന്നിട്ടും, എന്നാലും, ഇതൊക്കെയാണ് അർത്ഥം. ഡിസഗ്രി എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക അല്ലെങ്കിൽ വിയോജിക്കുക. ഹൗവെവർ എന്നാലും ജെയിംസ് ഡിസഗ്രീഡ്. ജെയിംസ് വിസമ്മതിച്ചു. ഹി വാണ്ടഡ് ടു ഡ്രിങ്ക് വാട്ടർ ആസ് ഹി വാസ് വെരി തേഴ്സ്റ്റി. ദാഹിച്ചതിനാൽ വെള്ളം കുടിക്കാൻ അയാൾ ആഗ്രഹിച്ചു. ഹി വാണ്ടഡ് ടു ഡ്രിങ്ക് വാട്ടർ. വാണ്ടഡ് ആഗ്രഹിച്ചു. ഡ്രിങ്ക് കുടിക്കുക. ഹി വാണ്ടഡ് ടു ഡ്രിങ്ക് വാട്ടർ. അവൻ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു. ആസ് ഹി വാസ് വെരി തേഴ്സ്റ്റി. ആസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, പോലെ, അതുപോലെ, അങ്ങനെയായിരിക്കെ, ഇതൊക്കെയാണ് അർത്ഥം. ആസ് ഹി വാസ് വെരി തേഴ്സ്റ്റി. തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ ദാഹിച്ചു വലഞ്ഞ അല്ലെങ്കിൽ തൊണ്ട വരണ്ട എന്നൊക്കെയാണ് അർത്ഥം. ആസ് ഹി വാസ് വെരി തേഴ്സ്റ്റി. അവൻ വളരെ ദാഹിച്ചതിനാൽ. ദേ ക്വാറൽ വിത്ത് ഈച്ച് അതർ ഫോർ വാട്ടർ. വെള്ളത്തിനായി അവർ പരസ്പരം വഴക്കിട്ടു. ദേ ക്വാറൽ വിത്ത് ഈച്ച് അതർ. ക്വാറൽ എന്ന് പറഞ്ഞാൽ വഴക്ക്, തർക്കം അല്ലെങ്കിൽ കലഹം. ഈച്ച് അതർ നമ്മൾ നേരത്തെ പറഞ്ഞു പരസ്പരം അല്ലെങ്കിൽ അന്യോന്യം.
ദേ ക്വാറൽ വിത്ത് ഈച്ച് അതർ. അവർ പരസ്പരം വഴക്കിട്ടു. എന്തിനു വേണ്ടിയാണ് വഴക്കിട്ടത്? ഫോർ വാട്ടർ, വെള്ളത്തിനായി. ജോൺ സ്ലാപ്പ് ജെയിംസ് ആൻഡ് ദേ വാക്ക്ഡ് ഇൻ സൈലൻസ്. ജോൺ ജെയിംസിനെ അടിച്ചു. അവർ ഒന്നും മിണ്ടാതെ നടന്നു. ജോൺ സ്ലാപ്പ് ജെയിംസ്. സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക, തല്ലുക അല്ലെങ്കിൽ പ്രഹരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ജോൺ സ്ലാപ്ഡ് ജെയിംസ്. ജോൺ ജെയിംസിനെ അടിച്ചു. ആൻഡ് ദേ വാക്ക്ഡ് ഇൻ സൈലൻസ്. വാക്ക്ഡ് നടന്നു. സൈലൻസ് നിശബ്ദത അല്ലെങ്കിൽ മൗനമാകുക. ദേ വാക്ക്ഡ് ഇൻ സൈലൻസ്. അവർ നിശബ്ദതയിൽ നടന്നു അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നടന്നു. ജെയിംസ് റോട്ട് ഓൺ ദ സാൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്ലാപ്പ് മീ. ജെയിംസ് മണലിൽ എഴുതി, എൻ്റെ ഉറ്റ സുഹൃത്ത് എന്നെ അടിച്ചു. ജെയിംസ് റോട്ട് ഓൺ ദ സാൻഡ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക, റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി. ജെയിംസ് റോട്ട് ഓൺ ദ സാൻഡ്. സാൻഡ് മണൽ. ജെയിംസ് മണലിൽ എഴുതി. മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്ലാപ്പ് മീ. സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക. മൈ ബെസ്റ്റ് ഫ്രണ്ട് സ്ലാപ്പ് മീ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉറ്റ സുഹൃത്ത് എന്നെ അടിച്ചു. ഫൈനലി ദേ റീച്ച്ഡ് ആൻ ഒയേസിസ്. ഒടുവിൽ അവർ ഒരു മരുപ്പച്ചയിലെത്തി. ഫൈനലി ഒടുവിൽ അല്ലെങ്കിൽ അവസാനം. ദേ റീച്ച്ഡ്. റീച്ച്ഡ് എന്ന് പറഞ്ഞാൽ എത്തി അല്ലെങ്കിൽ എത്തിച്ചേർന്നു. ദേ റീച്ച്ഡ്. അവർ എത്തി. എവിടെയാണ് എത്തിയത്? അൻ ഒയേസിസ്. ഒയേസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച. ഒരു മരുപ്പച്ചയിലെത്തി. മരുപ്പച്ച എന്ന് പറഞ്ഞാൽ മരുപ്രദേശങ്ങളിലെ ചില ഭാഗത്ത് ചെടികൾക്കും ജന്തുക്കൾക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും. ഇതിനെയാണ് മരുപ്പച്ച എന്ന് പറയുന്നത്. ദേ വർ വെരി ഹാപ്പി ആൻഡ് ദേ റിയലി എൻജോയ്ഡ് പ്ലേയിങ് ഇൻ ദ വാട്ടർ. അവർ വളരെ സന്തുഷ്ടരായിരുന്നു. അവർ വെള്ളത്തിൽ കളിക്കുന്നത് ശരിക്കും ആസ്വദിച്ചു. ദേ വർ വെരി ഹാപ്പി. അവർ വളരെ ഹാപ്പി ആയിരുന്നു അല്ലെങ്കിൽ സന്തുഷ്ടരായിരുന്നു. ആൻഡ് ദേ റിയലി എൻജോയ്ഡ്. റിയലി ശരിക്കും അല്ലെങ്കിൽ പൂർണ്ണമായും. എൻജോയ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. ദേ റിയലി എൻജോയ്ഡ്. അവർ ശരിക്കും ആസ്വദിച്ചു. എന്താ ആസ്വദിച്ചത്? പ്ലേയിങ് ഇൻ ദ വാട്ടർ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. പ്ലേയിങ് ഇൻ ദ വാട്ടർ. വെള്ളത്തിൽ കളിക്കുന്നത് അവർ ശരിക്കും ആസ്വദിച്ചു. വൈൽ ദേ ബോത്ത് വർ ബാത്തിങ് ജെയിംസ് വാസ് എ ബിറ്റ് കെയർലെസ് ആൻഡ് ബിഗാൻ ടു ഡ്രൗൺ. ഇരുവരും കുളിക്കുന്നതിനിടെ ജെയിംസ് അല്പം അശ്രദ്ധയിൽ മുങ്ങാൻ തുടങ്ങി. വൈൽ ദേ ബോത്ത് വർ ബാത്തിങ്. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത്. ബോത്ത് ഇരുവരും അല്ലെങ്കിൽ രണ്ടുപേരും. ബാത്തിങ് എന്ന് വെച്ചാൽ കുളിക്കൽ. വൈൽ ദേ ബോത്ത് വർ ബാത്തിങ്. രണ്ടുപേരും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ജെയിംസ് വാസ് എ ബിറ്റ് കെയർലെസ്. എ ബിറ്റ് അല്പം. കെയർലെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ അശ്രദ്ധ. ജെയിംസ് വാസ് എ ബിറ്റ് കെയർലെസ്. ജെയിംസ് അല്പം അശ്രദ്ധനായിരുന്നു. ആൻഡ് ബിഗാൻ ടു ഡ്രൗൺ. ബിഗാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഡ്രൗൺ എന്ന് വെച്ചാൽ മുങ്ങുക, മുങ്ങി മരിക്കുക, മുക്കിക്കൊല്ലുക ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. ഇവിടെ മുങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബിഗാൻ ടു ഡ്രൗൺ. മുങ്ങാൻ തുടങ്ങി. ജോൺ റഷ്ഡ് ടു ഹിം ആൻഡ് സേവ്ഡ് ഹിം. ജോൺ അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി അവനെ രക്ഷിച്ചു. റഷ് എന്ന് പറഞ്ഞാൽ അതിവേഗം ഓടുക, മുന്നോട്ട് കുതിച്ചോടുക, ഇതൊക്കെയാണ് അർത്ഥം. ജോൺ റഷ്ഡ് ടു ഹിം. ജോൺ അവൻ്റെ അടുത്തേക്ക് ഓടി. ആൻഡ് സേവ്ഡ് ഹിം. സേവ് നമ്മൾ നേരത്തെ പറഞ്ഞു, രക്ഷിക്കുക, സംരക്ഷിക്കുക, സൂക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് സേവ്ഡ് ഹിം. അവനെ രക്ഷിച്ചു. ജെയിംസ് ഹഗ്ഡ് ഹിസ് ഫ്രണ്ട് ആൻഡ് താങ്ക്ഡ് ഹിം. ജെയിംസ് സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. ഹഗ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ജെയിംസ് ഹഗ്ഡ് ഹിസ് ഫ്രണ്ട്. ജെയിംസ് സുഹൃത്തിനെ കെട്ടിപ്പിടിച്ചു. ആൻഡ് താങ്ക്ഡ് ഹിം. നന്ദിയും പറഞ്ഞു. ദേ ഹാഡ് എ ലിറ്റിൽ നാപ്പ് ആൻഡ് ഡിസൈഡഡ് ടു ലീവ് ദ പ്ലേസ്. അവർ അല്പം ഉറങ്ങുകയും സ്ഥലം വിടാൻ തീരുമാനിക്കുകയും ചെയ്തു. ദേ ഹാഡ് എ ലിറ്റിൽ നാപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ ഉറക്കം അല്ലെങ്കിൽ മയക്കം. ദേ ഹാഡ് എ ലിറ്റിൽ നാപ്പ്. അവർ കുറച്ചു നേരം ഉറങ്ങി. ആൻഡ് ഡിസൈഡഡ് ടു ലീവ് ദ പ്ലേസ്. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ലീവ് എന്ന് പറഞ്ഞാൽ പോവുക അല്ലെങ്കിൽ വിട്ടുപോവുക, ഉപേക്ഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പ്ലേസ് സ്ഥലം. ഡിസൈഡഡ് ടു ലീവ് ദ പ്ലേസ്. സ്ഥലം വിടാൻ തീരുമാനിച്ചു. വെൻ ദേ വർ അബൌട്ട് ടു ലീവ് ജെയിംസ് കാർവ്ഡ് സംതിങ് ഓൺ ദ റോക്ക്. അവർ പോകാനൊരുങ്ങിയപ്പോൾ ജെയിംസ് പാറയിൽ എന്തോ കുത്തി. വെൻ ദേ വർ അബൌട്ട് ടു ലീവ്. ലീവ് നമ്മൾ നേരത്തെ പറഞ്ഞു, പോവുക അല്ലെങ്കിൽ വിട്ടുപോവുക എന്നൊക്കെയാണ് അർത്ഥം. അബൌട്ട് ടു ലീവ് എന്ന് വെച്ചാൽ പോകാനൊരുങ്ങി. വെൻ ദേ വർ അബൌട്ട് ടു ലീവ്. അവർ പോകാനൊരുങ്ങിയപ്പോൾ ജെയിംസ് കാർവ്ഡ് സംതിങ് ഓൺ ദ റോക്ക്. കാർവ് എന്ന് പറഞ്ഞാൽ ചിത്രീകരിക്കുക അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യുക, രൂപം കൊത്തുക, ചിത്രം കൊത്തുക, ഇതൊക്കെയാണ് അർത്ഥം. സംതിങ് എന്തോ. റോക്ക് എന്ന് പറഞ്ഞാൽ കല്ല് അല്ലെങ്കിൽ പാറ. ജെയിംസ് കാർവ്ഡ് സംതിങ് ഓൺ ദ റോക്ക്. ജെയിംസ് പാറയിൽ എന്തോ കൊത്തി. അതെന്തായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സേവ്ഡ് മൈ ലൈഫ്. അത് എൻ്റെ ഉറ്റ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇറ്റ് വാസ് അതിങ്ങനെയായിരുന്നു. മൈ ബെസ്റ്റ് ഫ്രണ്ട് സേവ്ഡ് മൈ ലൈഫ്. ബെസ്റ്റ് ഫ്രണ്ട് ഉറ്റ സുഹൃത്ത്. സേവ് രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. ലൈഫ് ജീവൻ അല്ലെങ്കിൽ ജീവിതം. മൈ ബെസ്റ്റ് ഫ്രണ്ട് സേവ്ഡ് മൈ ലൈഫ്. എൻ്റെ ഉറ്റ സുഹൃത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചു. ഹി സെഡ് ടു ജോൺ വെൻ യു സ്ലാപ്ഡ് മീ ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ സാൻഡ്.
അവൻ ജോണിനോട് പറഞ്ഞു, നീ എന്നെ അടിച്ചപ്പോൾ ഞാനത് മണലിൽ രേഖപ്പെടുത്തി. ഹീ സെഡ് ടു ജോൺ. സെഡ് പറഞ്ഞു. ഹീ സെഡ് ടു ജോൺ. അവൻ ജോണിനോട് പറഞ്ഞു. വെൻ യു സ്ലാപ്ഡ് മീ. സ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അടിക്കുക അല്ലെങ്കിൽ തല്ലുക. വെൻ യു സ്ലാപ്ഡ് മീ, നീ എന്നെ അടിച്ചപ്പോൾ. ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ സാൻഡ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എഴുതുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക, കുറിച്ചു വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. സാൻഡ് മണൽ. ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ സാൻഡ്. ഞാനത് മണലിൽ എഴുതി അല്ലെങ്കിൽ മണലിൽ രേഖപ്പെടുത്തി. ദ വിൻഡ് വുഡ് ഹാവ് ബ്ലോൺ ഇറ്റ് അവേ ബൈ നൗ. ഇപ്പോൾ കാറ്റ് അതിനെ പറത്തി വിട്ടിട്ടുണ്ടായിരിക്കും. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റ്. നമ്മൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വുഡ് ഹാവ് വെച്ചിട്ട് പറയാം. വുഡ് ഹാവ് വെക്കുന്ന സമയത്ത് നമ്മൾ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബ്ലോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലോ എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുക, വീശുക അല്ലെങ്കിൽ കാറ്റിൽ പറക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ V3 ബ്ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡ് ബ്ലോൺ എന്ന് വെച്ചാൽ കാറ്റടിച്ചു അല്ലെങ്കിൽ കാറ്റ് വീശി. അവേ എന്ന് പറഞ്ഞാൽ ദൂരെ അല്ലെങ്കിൽ അകലെ. നൗ ഇപ്പോൾ. ദ വിൻഡ് വുഡ് ഹാവ് ബ്ലോൺ ഇറ്റ് അവേ ബൈ നൗ. ഇപ്പോൾ കാറ്റ് അതിനെ ദൂരെ പറത്തി വിട്ടിട്ടുണ്ടായിരിക്കും. ഹൗഎവർ വെൻ യു സേവ്ഡ് മൈ ലൈഫ് ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ റോക്ക്. എങ്കിലും നീ എൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ ഞാനത് പാറയിൽ എഴുതി അല്ലെങ്കിൽ പാറയിൽ രേഖപ്പെടുത്തി. ഹൗഎവർ എങ്കിലും. സേവ് രക്ഷിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. ഹൗഎവർ എങ്കിലും. വെൻ യു സേവ്ഡ് മൈ ലൈഫ് നീ എൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ. ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ റോക്ക്. റെക്കോർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, എഴുതുക, രേഖപ്പെടുത്തുക, കുറിച്ചു വയ്ക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഐ റെക്കോർഡഡ് ഇറ്റ് ഓൺ റോക്ക്. റോക്ക് പാറ അല്ലെങ്കിൽ കല്ല്. ഞാനത് പാറയിൽ എഴുതി അല്ലെങ്കിൽ പാറയിൽ രേഖപ്പെടുത്തി. ഇറ്റ് വിൽ റിമെയിൻ ദെയർ ഫോർ എവർ. അത് എന്നേക്കും അവിടെ നിലനിൽക്കും. റിമെയിൻ എന്ന് പറഞ്ഞാൽ നിലകൊള്ളുക, തുടരുക, അവശേഷിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഫോർ എവർ എന്നേക്കും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും. ഇറ്റ് വിൽ റിമെയിൻ ദെയർ ഫോർ എവർ. അത് എന്നേക്കും അവിടെ നിലനിൽക്കും. വി ഹാവ് ടു ഫോർഗെറ്റ് ദ ബാഡ് തിങ്സ് ആൻഡ് ചെറിഷ് ദ ഗുഡ് തിങ്സ് ഡൺ ടു അസ്. ചീത്ത കാര്യങ്ങൾ മറക്കുകയും നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ വിലമതിക്കുകയും വേണം. ഫോർഗെറ്റ് മറക്കുക. ബാഡ് തിങ്സ് ചീത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ. വി ഹാവ് ടു ഫോർഗെറ്റ് ദ ബാഡ് തിങ്സ്. ചീത്ത കാര്യങ്ങൾ നമ്മൾ മറക്കണം. ആൻഡ് ചെറിഷ് ദ ഗുഡ് തിങ്സ് ഡൺ ടു അസ്. ചെറിഷ് എന്ന് പറഞ്ഞാൽ വിലപ്പെട്ടതായി കരുതുക അല്ലെങ്കിൽ മനസ്സിൽ താലോലിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഗുഡ് തിങ്സ് നല്ല കാര്യങ്ങൾ. ഡൺ ചെയ്ത അല്ലെങ്കിൽ ചെയ്യപ്പെട്ട. ചെറിഷ് ദ ഗുഡ് തിങ്സ് ഡൺ ടു അസ്. നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ വിലമതിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.